ആയുസ് 1000 വർഷം. എഞ്ചിനീയറിംഗ് വിസ്മയം. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന് പ്രത്യേകതകൾ നിരവധിയാണ്. 150 എഞ്ചിനീയർമാരും ആയിരക്കണക്കിന് തൊഴിലാളികളും അടങ്ങുന്ന ടീമാണ് ക്ഷേത്രം നിർമ്മിച്ചത്. നൂതന വാസ്തുശില്പ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് നിർമ്മാണം. ശക്തമായ ഭൂകമ്പങ്ങളെയും വെള്ളപ്പൊക്കത്തെയും അതിജീവിക്കാനുള്ള ശേഷിയാണ് മറ്റൊരു പ്രത്യേകത. സ്റ്റീൽ, ഇരുമ്പ്, സിമന്റ് എന്നിവ പൂർണ്ണമായി ഒഴിവാക്കി കല്ലിൽ നിർമ്മിച്ച 360 തൂണുകൾ ക്ഷേത്രത്തിനുണ്ട്. ഭൂകമ്പ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനാണ് ഈ കൽത്തൂണുകൾ സ്ഥാപിച്ചത്. 6.5 വരെ തീവ്രതയുള്ള ഭൂകമ്പങ്ങളെ ക്ഷേത്രം അതിജീവിക്കും. പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള ഭൂകമ്പങ്ങളുടെ തീവ്രതയെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയ ശേഷമാണ് ക്ഷേത്രത്തിന്റെ അടിത്തറ നിർമ്മിച്ചത്. മുമ്പുണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കങ്ങളെക്കുറിച്ചും പഠനം നടത്തി. ഭാവിയിലും വെള്ളപ്പൊക്ക സാധ്യതയില്ലാത്ത സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. നാൽപ്പത്തിനാല് വാതിലുകളാണ് ക്ഷേത്രത്തിനുള്ളത്. ശ്രീകോവിലിന്റേതടക്കം ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട 14 വാതിലുകൾ സ്വർണം പൂശിയിട്ടുണ്ട്. 70 ഏക്കറിലാണ് ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. 2.7 ഏക്കറിലാണ് രാമക്ഷേത്രം നിൽക്കുന്നത്. 1800 കോടി രൂപയാണ് മൊത്തം ചെലവ്. 1 മുതൽ 2 ലക്ഷം വരെ സന്ദർശകർ പ്രതിദിനം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു സമയം 1500 പേരെ വരെ ക്ഷേത്രത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കും.